സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖിലെ അബ്ദുൾ റഹീമിൻ്റെ മോചനം വൈകും എന്ന് ഇന്ന് ഏതാണ്ട് ഉറപ്പായി. കേസ് കോടതി പരിഗണിക്കുന്നത് ഇനി അടുത്ത മാസം 8-ാം തീയതി മാത്രമേ ഉള്ളൂ. മോചനം വൈകുന്നതിൽ സങ്കടമെന്ന് അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ ഫാത്തിമ പറഞ്ഞു. ഇന്ന് ജയിൽ മോചനത്തിൻ്റെ വിധി ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഇന്ന് കോടതി ഇത് മാറ്റിവെക്കുകയായിരുന്നു. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ജലീൽ, ശരിക്കും ഇന്ന് എന്താണ് സംഭവിച്ചത്? ഇന്ന് യഥാർത്ഥത്തിൽ മോചിതനാകും എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. എന്നാൽ കോടതി ഇത് പരിഗണിച്ചില്ല. കോടതി ഇത് മാറ്റിവെച്ചു 8-ാം തീയതിയിലേക്ക്, അടുത്ത മാസം. എന്താണ് ഉണ്ടായത്? SKN അബ്ദുറഹീമിന്റെ ജയിൽ മോചന ഉത്തരവ് പ്രതീക്ഷിച്ച ദിവസം തന്നെയായിരുന്നു ഇന്ന്. റിയാദിലെ ക്രിമിനൽ കോടതി ഇന്ന് രാവിലെ സൗദി സമയം ഏതാണ്ട് 9 മണിയോടെയാണ് കേസ് പരിഗണിച്ചത്. 2 തവണ മാറ്റിവെച്ച കേസ് പുതിയ ബെഞ്ചാണ് ഇത് പരിഗണിച്ചത്. അബ്ദുറഹീമും അഭിഭാഷകനും ഒക്കെ ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരായിരുന്നു. പക്ഷേ കോടതി കേസിൽ വിധി പറയുന്നത് വീണ്ടും നീട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 ആഴ്ചത്തേക്ക് കേസ് നീട്ടി എന്ന വിവരമായിരുന്നു ആദ്യം ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ കൃത്യമായ തീയതി ലഭ്യമായിരിക്കുന്നു. ഡിസംബർ 8-നാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അന്ന് അന്തിമ വിധി പറയും എന്നാണ് സൂചന. കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബത്തിൽ 15 ബില്യൺ റിയാൽ ദിയാധനം നൽകിയതോടെ ആ സൗദി കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകിയിരുന്നു. ഇതോടെ അബ്ദുറഹീമിന്റെ പേരിൽ ഉണ്ടായിരുന്ന വധശിക്ഷ കോടതി റദ്ദാക്കുകയും ചെയ്തു. പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് ഇതോടെ തീർന്നു. ഇനി പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസിലാണ് വിധി വരാനുള്ളത്. അതിൽ പ്രത്യേക ശിക്ഷയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം 18 വർഷത്തെ ജയിൽവാസം അബ്ദുറഹീം അനുഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കോടതി കേസ് പരിഗണിക്കും. അതായത് ഡിസംബർ 8-ന് കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ജയിൽ മോചന ഉത്തരവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ മോചന ഉത്തരവ് വന്നാൽ അത് അപ്പീൽ കോടതിയും ഗവർണറേറ്റും ഒക്കെ അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അബ്ദുറഹീമിനെ നാട്ടിലേക്ക് കയറ്റിവിടുകയുള്ളൂ. ഏതാനും ദിവസം മുമ്പ് അബ്ദുറഹീമിന്റെ ഉമ്മ മകനെ കാണാൻ സൗദിയിലെത്തിയിരുന്നു. ആദ്യം ഉമ്മയെ കാണാൻ അബ്ദുറഹീം തയ്യാറായില്ലെങ്കിലും പിന്നീട് ആ കൂടിക്കാഴ്ച നടന്നു. ആ സന്തോഷത്തോടെ മകന് ഉടൻ തന്നെ ജയിൽ മോചിതനാകും എന്ന പ്രതീക്ഷയോടെ ആ ഉമ്മ ഇന്ന് നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഏതായാലും ഇനി കേസ് ഡിസംബർ 8-ന് പരിഗണിക്കുന്നു. അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് അന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് കുടുംബവും ലോകമെമ്പാടുമുള്ള മലയാളികളും അതോടൊപ്പം തന്നെ നിയമ സഹായ സമിതിയുമെല്ലാം. ഓക്കെ, ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നമുക്കൊപ്പം ചേർന്നത്. ഇനി അബ്ദുറഹീമിൻ്റെ കേസ്, റിയാദ് ജയിലിൽ നിന്ന് മോചിതനാകാനുള്ള കേസ് അടുത്ത മാസം 8-ാം തീയതി റിയാദിലെ കോടതി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം.